കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് കരിമാത്ര സ്വദേശിനി ഫസീലെ ഭർത്തൃവീട്ടിലെ ടെറസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് നൌഫലും ഭർത്തൃമാതാവായിട്ടുള്ള റംലത്തും അറസ്റ്റിലായിരിക്കുകയാണ്. ഗർഭിണിയായിരുന്ന ഫസീലെ ഭർത്താവും മാതാവും ചേർന്ന് നിരന്തരം ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചതാണ് ഈ യുവതിയുടെ ദാരുണമായ അന്ത്യത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് കണ്ടെത്തുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫസീലയുടെ ഹൃദയഭേദകമായ വാട്സപ്പ് സന്ദേശങ്ങളും ക്രൂരമായ ഗാർഹിക പീഡനത്തിന്റെ തെളിവുകളാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇരിങ്ങാലക്കുടയിലെ ഭർത്തൃവീട്ടിൽ ഫസീലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരം അറിഞ്ഞെത്തിയ പോലീസ് പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ഭർത്താവ് നൌഫലിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നീട് നടത്തിയ വിശദമായ അന്വേഷണത്തിലും തെളിവെടുപ്പിലുമാണ് നൌഫലിന്റെയും മാതാവ് റംലത്തിന്റെയും പങ്ക് വ്യക്തമായത്. നൌഫലിന് സംശയരോഗം ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ സംശയരോഗം ഭാര്യയോടുള്ള ക്രൂരമായ പെരുമാറ്റത്തിന് ഒരു കാരണമായിരുന്നിരിക്കാം. ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെ ഈ ദുരന്തത്തിന് പിന്നിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫസീലയും നൌഫലും തമ്മിലുള്ള വിവാഹം 1.5 വർഷം മുമ്പാണ് നടന്നത്. ഇവർക്ക് 10 മാസം പ്രായമുള്ള ഒരു മകനുമുണ്ട്. ആദ്യ കുഞ്ഞിന് 1 വയസ്സ് തികയുന്നതിന് മുമ്പ് ഫസീല വീണ്ടും ഗർഭിണിയായി. ഈ രണ്ടാമത്തെ ഗർഭധാരണം ഫസീലയ്ക്ക് നേരെ നടന്ന അതിക്രമങ്ങളുടെ പ്രധാന കാരണമായി. രണ്ടാമത് ഗർഭിണിയായതിന്റെ കുറ്റം ഫസീലയിൽ മാത്രം ചുമത്തിക്കൊണ്ടായിരുന്നു നൌഫൽ മർദ്ദനം ആരംഭിച്ചത്. ഗർഭിണിയായ യുവതിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു. ഈ പീഡനങ്ങൾ എത്രത്തോളം ഭീകരമായിരുന്നു എന്നതിന്റെ തെളിവായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങളും പുറത്തുവന്നു. ഫസീലയെ ഭർത്താവ് നൌഫൽ ചവിട്ടിയതിന് തെളിവുകളും ലഭിച്ചു. മർദ്ദനത്തിന് അടയാളങ്ങൾ വയറ്റിലുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് കേവലം ഒരു മർദ്ദനമായിരുന്നില്ല, ഒരു ഗർഭിണിയുടെ ജീവന് നേരെ നടന്ന കൊടും ക്രൂരതയായിരുന്നു. മരണത്തിന് തൊട്ടു മുമ്പ് ഫസീല തന്റെ ഉമ്മയ്ക്ക് അയച്ച വാട്സപ്പ് സന്ദേശങ്ങൾ കേൾക്കുന്നവരുടെ എല്ലാം ഉള്ളുലയ്ക്കുന്നതാണ്. ആ വാക്കുകളിൽ ഫസീല അനുഭവിച്ച കഠിനമായ വേദനയും ഭയവും വ്യക്തമാണ്. ഉമ്മ, ഞാൻ രണ്ടാമത് ഗർഭിണിയാണ്. നൌഫൽ എന്റെ വയറ്റിൽ കുറെ ചവിട്ടി, കുറെ ഉപദ്രവിച്ചു. അപ്പോൾ എനിക്ക് വേദനിച്ചപ്പോൾ ഞാൻ നൌഫലിന്റെ കഴുത്തിന് പിടിച്ചു. നൌഫൽ നുണ പറഞ്ഞു. ഇവിടുത്തെ ഉമ്മ എന്നെ തെറി വിളിച്ചു. ഉമ്മ, ഞാൻ മരിക്കുകയാണ്, എന്നെ അല്ലെങ്കിൽ ഇവർ കൊല്ലും. എന്റെ കൈയൊക്കെ നൌഫൽ പൊട്ടിച്ചു. പക്ഷെ എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത്, ഇതിന്റെ അപേക്ഷയാണ് എന്നുള്ള സന്ദേശം പല ഭാഗങ്ങളായിട്ടാണ് ഫസീല ഉമ്മയ്ക്ക് അയച്ചത്. ഫസീലയുടെ അവസാന വാക്കുകളിലെ എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്ന അഭ്യർത്ഥന അവൾ എത്രമാത്രം മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും മരണശേഷം പോലും തന്റെ ശരീരത്തിൽ കൂടുതൽ മുറിവുകൾ കണ്ടെത്തുന്നത് അവൾക്ക് വേദനയുണ്ടാക്കുമോ എന്ന് ഭയന്നിരുന്നുവെന്നും വ്യക്തമാക്കുന്നതാണ്. എന്നാൽ നിയമത്തിന്റെ മുന്നിൽ നീതി ലഭ്യമാക്കാൻ പോസ്റ്റ്മോർട്ടം അത്യാവശ്യമാണെന്ന യാഥാർത്ഥ്യം പിന്നീട് ബന്ധുക്കൾക്ക് മനസ്സിലാവുകയായിരുന്നു. ഈ സന്ദേശം ലഭിച്ചപ്പോഴാണ് ഫസീല രണ്ടാമത് ഗർഭിണിയാണെന്ന വിവരം പോലും അവരുടെ വീട്ടുകാർ അറിയുന്നത്. ഫസീലയുടെ മരണശേഷം നീതിക്കായി പോലീസിൽ പരാതി നൽകിയ ഫസീലയുടെ കുടുംബത്തോട് നൌഫലിന്റെ വീട്ടുകാർ വളരെ മോശമായാണ് സംസാരിച്ചതെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ഇത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. കൊല്ലം വാടകയ്ക്ക് താമസിക്കുന്ന പാതേശ്ശേരി സ്വദേശി കാട്ടുപറമ്പിൽ അബ്ദുൾ റഷീദിന്റെയും സെക്കീനയുടെ മകളാണ് ഫസീല. കാർഡ് ബോർഡ് കമ്പനിയിലെ ജീവനക്കാരനാണ് നൌഫൽ. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഫസീലയുടെ മൃതദേഹം വീട്ടുകാർക്ക് വിട്ടുകൊടുത്തു. ഇരിങ്ങാലക്കുടയിൽ നടന്ന ഈ ദാരുണ സംഭവം കേരള സമൂഹത്തിന്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ഗാർഹിക പീഡനങ്ങൾ എത്രത്തോളം ഭീകരമാണെന്നും അതൊരു ജീവനെ എങ്ങനെ ഇല്ലാതാക്കുമെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഗർഭിണികളായ സ്ത്രീകളോടുള്ള അതിക്രമങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. സംശയരോഗം ഒരു വ്യക്തിയെ എത്രത്തോളം ക്രൂരനാക്കുമെന്നും കുടുംബ ബന്ധങ്ങളിൽ അത് എത്രത്തോളം വിള്ളൽ ഉണ്ടാക്കുമെന്നും ഈ സംഭവം ചൂണ്ടിക്കാട്ടുന്നു. ഗാർഹിക പീഡനങ്ങൾക്ക് ഇരയാകുന്നവർക്ക് സഹായം തേടാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടും പലപ്പോഴും ഭയമോ നാണക്കേടോ സാമൂഹിക സമ്മർദ്ദമോ കാരണം പലരും പരാതിപ്പെടാൻ മടിക്കുകയാണ്. ഫസീലയുടെ ഈ അനുഭവം ഒരു മുന്നറിയിപ്പാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഇരകൾക്ക് തുറന്ന് സംസാരിക്കാനും സഹായം തേടാനും ധൈര്യം നൽകുന്ന ഒരു സാമൂഹിക സാഹചര്യമാണ് നമുക്ക് വേണ്ടതും. നിയമപരമായി മാത്രമല്ല, സാമൂഹികപരമായും ഇത്തരക്കാർക്ക് പിന്തുണ നൽകാൻ സമൂഹം തയ്യാറാകണം. ഈ സംഭവം ഗാർഹിക പീഡനത്തിനെതിരെയും സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും കൂടുതൽ ശക്തമായ നിയമങ്ങളും അവബോധവും ആവശ്യമാണെന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഈ ദുരന്തത്തിന് കാരണക്കാരായവർക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുമെന്നും ഫസീലയ്ക്ക് നീതി ലഭിക്കുമെന്നും പ്രതീക്ഷിക്കാം.